ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫില്ലിങ് വേണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഉടച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി ഉള്ളി അരിഞ്ഞത്, പകുതി ക്യാപ്സിക്കം അരിഞ്ഞത്, അതുപോലെ ഒരല്പം മല്ലിയില അരിഞ്ഞതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ പൊട്ടറ്റോ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഈ പൊടികളൊക്കെ എത്തിച്ചേരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ചാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയ സാൻഡ്വിച്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ലൈസിൽ ടൊമാറ്റോ കെച്ചപ്പും ഒരു സ്ലൈസിലേക്ക് നമുക്ക് ഗ്രീൻ ചട്നിയും ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പും ഗ്രീൻ ചട്നിയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം. നല്ല ഒരു എമൗണ്ടിൽ തന്നെ പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ച് കൊടുത്തോളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം ടൊമാറ്റോ സ്ലൈസസ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് ടൊമാറ്റോ സ്ലൈസസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റി ആക്കാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരല്പം ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഒരല്പം ചീസും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ബ്രെഡ് ഇവിടെ വെച്ചിട്ട് മൂടിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് ബട്ടർ തൂത്തൊന്ന് 2 സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. അടിഭാഗത്തൊരല്പം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് പീസ് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. മുകളിലേക്കും അതുപോലെ ഒരല്പം ബട്ടർ നമുക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 2 സൈഡും ഇതുപോലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റായിട്ട് നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറായി കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ സാൻഡ്വിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്കിത് സ്കൂളിലേക്ക് പാക്ക് ചെയ്യാൻ, ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് LK's നാടൻ അടുക്കള സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.